ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു നോമ്പുതുറ സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നലെ മിറാജിൻ്റെ സുന്നത്ത് നോമ്പായിരുന്നല്ലോ, അപ്പം ഞാനും സോനിറ്റൊക്കെ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നോമ്പുതുറക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വിഭവങ്ങളും പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. വീഡിയോ കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വൈകിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീഫ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കട്ടൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഞാൻ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. കാരണം ഇത് അത്യാവശ്യം നല്ല വേവുള്ള ബീഫാണ്. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ട് വേവിച്ചതിന് ശേഷം വേണം ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബീഫിൻ്റെ പകുതി ഞാൻ മുന്നേ വെച്ച സമയത്ത് കറക്റ്റ് വേവാത്ത പോലെ ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഇപ്രാവശ്യം ഞാൻ ആദ്യം ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫിലോട്ട് ഞാൻ അല്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. പിന്നെ അത്യാവശ്യം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും അധികം വെള്ളം വെക്കാൻ പറ്റില്ല എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത്. കാരണം ഇതൊരു വിസിലടിച്ച സമയത്ത് നന്നായിട്ട് വെള്ളമൊക്കെ പുറത്ത് വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിവാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ്ട് ചെയ്തത്. ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴേക്കും അസർ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് വരാം. പകൽ ടൈമിലൊക്കെ ഞാൻ മിക്കവാറും ഇവിടെ ഹാളിൽ നിന്നിട്ടാണ് കേട്ടോ നിസ്കരിക്കാറ്. കാരണം മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല, ഞാൻ തനിച്ചല്ലേ. അപ്പോൾ എനിക്ക് റൂമിലൊന്നും നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എന്തോ പോലെയാണ്. പിന്നെ മക്കൾ ഉണ്ടാവുമ്പോഴും ഇങ്ങനെ ഹാളിൽ നിൽക്കും, എങ്കിലേ എല്ലാവർക്കും നിൽക്കാനുള്ളൊരു സ്പേസ് കിട്ടുള്ളൂ കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുക്കർ അവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ സ്റ്റൗവിൽ ഞാൻ പത്തിരിക്കുള്ള പൊടിയൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇന്നിപ്പോൾ പത്തിരിയും ബീഫൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ കിച്ചണിൽ വന്നപ്പോഴാണ് മനസ്സിലായത് പത്തിരിപ്പൊടി ഏകദേശം തീർന്നിട്ടുണ്ട്. ആകെ 1.5 കപ്പ് പൊടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിന്ന് 1/2 കപ്പ് വെള്ളം വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുത്തിട്ട് ആ 1.5 കപ്പ് പൊടി വെച്ചിട്ടാണ് പത്തിരി ആക്കിയിട്ടുണ്ടായിരുന്നത്. പത്തിരി നല്ല മയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുക്കുന്ന ടൈമിൽ ആ വെള്ളത്തിലോട്ട് ഒരല്പം ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ നജ ഫുഡ്സിൻ്റെ റോസ്റ്റഡ് റൈസ് പൗഡറാണ് കേട്ടോ എടുക്കാറ്. അത് നല്ല പൊടിയാണ്. അത് വെച്ചിട്ട് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. പത്തിരിക്കുള്ള മാവ് കുഴച്ചെടുക്കുമ്പോൾ നന്നായി തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കുഴ നന്നാവും തോറും നമ്മുടെ പത്തിരി നന്നാവുന്നതാണ് കേട്ടോ പറയാറ്. ഏത് പൊടി വെച്ച് നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പത്തിരി അടിപൊളിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കുഴക്കുന്ന ടൈമിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് അല്പം കയ്യിലെടുത്തിട്ട് ഈ മാവ് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ബോൾസ് ഷേപ്പാക്കി എടുക്കണം. അതിനുശേഷം ഈ പത്തിരി പ്രസ്സിൽ അല്പം ഓയിൽ തടവിയിട്ട് നമുക്ക് ഈ ഒരു മാവൊന്ന് പരത്തിയെടുക്കുക. സാധാരണ ഞങ്ങൾ ഇവിടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഈ പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ കല്ലിലിട്ടിട്ട് പൊടിയൊക്കെ തട്ടി നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ചുട്ടെടുക്കാറ് പത്തിരി. ആ രീതിയിൽ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ പ്രസ്സിലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഡയറക്റ്റ് കല്ലിൽ ചുട്ടെടുത്തു കഴിഞ്ഞാൽ പത്തിരി അടിപൊളിയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ പൊടി തട്ടി പത്തിരി പരത്തിയെടുക്കാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഒറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെയാണ് ഈ പത്തിരി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ പത്തിരി ചുടുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചുറ്റിനും നല്ല നീറ്റാക്കി വെച്ചുകൊണ്ട് തന്നെ പത്തിരിപ്പണി കംപ്ലീറ്റ് ചെയ്യുക. അതേസമയം നമ്മൾ പൊടി തട്ടി പരത്തി പത്തിരി ചുട്ടെടുക്കുമ്പോൾ ആ പത്തിരിപ്പണി കഴിയുമ്പോഴേക്കും നമ്മൾ പൊടിയിൽ അങ്ങോട്ട് കുളിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അവിടെ മൊത്തം ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെ ആയിരിക്കും. അങ്ങനെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവർ വരുമ്പോഴേക്കും ഈ പത്തിരിപ്പണി കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് സക്സസ് ആയിട്ടുള്ള ആ ഒരു പാർട്ട് മാത്രമല്ല വീഡിയോയിൽ കാണിക്കാറ്. എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും ഫ്ലോപ്പ് ആയാലും അതും ഇൻക്ലൂഡ് ആക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു തെറ്റ് ആവർത്തിക്കാണ്ട് സൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ശരികളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിയ തെറ്റുകളിൽ നിന്ന് അത് തിരുത്തിക്കൊണ്ട് പഠിക്കുമ്പോഴാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ പത്തിരിപ്പണി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. എനിക്ക് പത്തിരിപ്പണി ഇഷ്ടമല്ലാണ്ടിരിക്കാനുള്ളൊരു മെയിൻ റീസൺ തന്നെ പത്തിരി ചുട്ട് തീരുമ്പോഴേക്കും ചുറ്റുപാടും വൃത്തികേടാവും എന്നുള്ളതുകൊണ്ടാണ്. ഇതാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ആനിക്കുട്ടി നൈഷൊക്കെ സ്കൂൾ വിട്ട് വന്ന പാടെ 1 ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഇനി ബാക്കി പത്തിരി ആയിട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ കുളിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്.
ഈ പത്തിരിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ ബീഫ് വരട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം സോനുട്ടിക്ക് ബീഫ് വരട്ടാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഈ വറുത്തരച്ച കറികളോടൊന്നും താല്പര്യമില്ല. പക്ഷേ എനിക്ക് പത്തിരിൻ്റെ കൂടെ നല്ല വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയോ ബീഫ് കറിയോ അതാണ് കൂടുതൽ ഇഷ്ടം. പത്തിരിയും ബീഫും മാത്രമല്ല, സ്നാക്സ് ആയിട്ട് ഞാനൊരു എഗ് പോളിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം 3 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ബീഫ് വരട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതിലോട്ട് മല്ലി, മഞ്ഞൾ, മുളക്, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ അത്യാവശ്യം ചാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതിനിടയ്ക്ക് എഗ് പോളയിലേക്ക് വേണ്ട 3 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി പോളയിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് വഴന്നു വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഈ കപ്പിന് അതേ അളവിന് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്തിട്ടുള്ള മാവിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും പിന്നെ 1 മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുക. ശേഷം വീണ്ടും നമുക്കിതൊന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈയിടെ കാണുന്ന എല്ലാ ഐറ്റംസിലോട്ടും ഈ ചില്ലി സോസ് കാര്യമായിട്ട് തട്ടുന്നുണ്ടല്ലോ. അതെന്താ അവിടെ വെറുതെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി സോസ് ഒക്കെ ആവാട്ടോ. ഇനിയിപ്പോൾ ചില്ലി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ പകരം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് തട്ടാന്ന് വിചാരിക്കണ്ട. കാരണം ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും രണ്ടും 2 ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇനി നമുക്ക് എഗ് പോള സെറ്റാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ സോസ് പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് പകുതി ആദ്യം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. 2 മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് 1/4 ഭാഗത്തോളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിന് മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 മുട്ടയും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയുടെ മുകളിലായിട്ട് മുട്ട ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ ചാറൊക്കെ വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിതിലോട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ലാസ്റ്റ് ടൈമിൽ ഇതിൽ കറിവേപ്പില വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നമ്മളിവിടെ മുട്ട നിരത്തി വെച്ചിട്ടാണ് ബീഫിൽ കറിവേപ്പില ഇടാൻ പോയത്. അപ്പോൾ ഈ മുട്ടയുടെ മുകളിലായിട്ട് നമുക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ മസാലയിൽ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാനൊരു അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ബാക്കിയുള്ള ബാറ്റർ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി 2 തക്കാളി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതും ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. ഭംഗി ഒട്ടും കുറക്കണില്ല, ഇതും കൂടെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ വേറൊരു പാനിന് മുകളിലായിട്ട് ഈ സോസ് പാൻ വെച്ച് കൊടുക്കുക. ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആദ്യം 1.5 കപ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങാനും തികയാണ്ട് വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. എന്നാണെങ്കിലും റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ കൂടെ 1 കപ്പ് അരി കൊണ്ട് കുറച്ച് നെയ്ച്ചോറും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നോമ്പ് തുടങ്ങിയാലുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ ഇത്. പകൽ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് തികയാണ്ട് വരുമോ എന്നുള്ളൊരു ടെൻഷൻ. എന്നിട്ട് എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ 1 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറങ്ങോട്ട് നിറയും. പിന്നെ ഒന്നും കഴിക്കാനും കഴിയൂല. അങ്ങനെ നോമ്പ് തുറക്കുള്ള ഒരുവിധ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് പരിപാടിയാണ് ഈ ജ്യൂസ് അടിക്കലും ചായ കൂട്ടലും. അപ്പോൾ ചായക്കുള്ള പാല് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ഇന്ന് ഞാൻ പഴം വെച്ചിട്ടാണ് കേട്ടോ അടിക്കണത്. അപ്പോൾ സോനുട്ടി കടയിൽ പോയിട്ട് പഴമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
ചായക്കുള്ള പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് പൊടി ഇട്ടിട്ട് നമുക്ക് ചായ കൂട്ടാം. പഴവും പാലും പഞ്ചസാരയും കൂട്ടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 പാക്ക് ഹോർലിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ പോള ഇവിടെ കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ അല്പം ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പോള ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. അങ്ങനെ ഏകദേശം ബാങ്ക് വിളിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതാ സോനുട്ടി ഫുഡൊക്കെ എടുത്തിട്ട് ടേബിളിൽ സെറ്റാക്കി വെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പഴം ജ്യൂസ് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല തിക്കായിട്ട് ഒരു സ്മൂത്തി പോലെ ആയിട്ടുണ്ട്. മിക്കവാറും ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോഴേക്കും വയറ് ഫുള്ളാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ എഗ് പോള അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോയി എന്ന് വിചാരിക്കണ്ട. അതിൻ്റെ മുകളിലുള്ള ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്. അതിൻ്റെ കൂടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ സോനുട്ടി നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഫുഡ് കഴിക്കാനിരുന്നിട്ടുണ്ട്. അനും നൈഷും അവിടെ കാര്യമായിട്ട് ഒരുങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. ഫറലാണെങ്കിലും സുന്നത്താണെങ്കിലും സോനുട്ടിക്ക് നോമ്പൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു മിക്കവാറും എല്ലാ നോമ്പ് എടുക്കാറുണ്ട്. ഈ ഒരു നോമ്പ് നമ്മൾ അത്താഴം പോലും കഴിക്കാണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ അത്താഴത്തിന് എണീറ്റപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. പിന്നെ അത്താഴം കഴിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു കേട്ടോ നോമ്പ് എടുക്കണ്ടെന്ന്. ഇന്നിപ്പോൾ സ്കൂളും കൂടെ ഉള്ളതുകൊണ്ട് ക്ഷീണിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഓൻ അതൊന്നും കേട്ടില്ല, നോമ്പ് എടുത്തു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മുടെ എഗ് പോള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചു. അവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ല വരാൻ പോണത്, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടു. ഈ കഴിഞ്ഞ ലാസ്റ്റ് വ്ളോഗിൽ ഇക്കാൻ്റെ ഉമ്മ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വിരുന്ന് വന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഉള്ള ടൈമിൽ ഞാൻ ഉമ്മാൻ്റെ കൂടെ ഉള്ള ഒരു ഡൈൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ പാടെ ഞങ്ങൾ വേഗം എല്ലാവരും കൂടെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. സാധാരണ നമ്മൾ നോമ്പുള്ള ദിവസങ്ങളിൽ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന പാടെ ജ്യൂസും ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കാറാണ്. അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായയും കടിയൊക്കെ കുടിക്കാറ്. എല്ലാം കൂടെ കഴിച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ഷീണമായിരിക്കും. ഞങ്ങൾ നിസ്കാരം തുടങ്ങിയപ്പോഴേക്കും നൈഷുമാൻ്റെ നിസ്കാരം അത്തഹിയാത്തും സലാം വീട്ടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും സോനുട്ടി ഒരു ഭാഗത്ത് സൈഡായിട്ടുണ്ട് കേട്ടോ. ഓന് നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് നോമ്പെടുക്കല്ലേ. മക്കളുടെ ഈ ഒരു ഫ്രൈഡ് ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങിച്ചെന്നുള്ളത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇതുപോലെ ഫ്രൈഡ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് നിസ്കരിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യം അവരിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇവിടെ നൈഷുമൊക്കെ നിസ്കരിക്കണതന്നെ ഈ ഒരു ഫ്രൈഡ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഊരി കിട്ടാൻ ഭയങ്കര പാടാണ്. അത് ഇട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കും. ഇപ്പോൾ കണ്ടില്ലേ, അനുക്കുട്ടി ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നപ്പോൾ നൈഷുമ്മ അവളുടെ സ്കൂളിൽ പഠിക്കാനുള്ളത് എടുത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ നിസ്കാരപ്പായിൽ. പിന്നീടുള്ള ടൈം മക്കളുടെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അതിനിടക്ക് ഞാൻ അറിയാണ്ടൊന്ന് മയങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്ഷീണം കാരണം. നൈഷുമാൻ്റെ എഴുത്തും വായനൊക്കെ നേരത്തെ തീർത്തിട്ട് പിന്നീട് എൻ്റെ തട്ടവും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ പാഷൻ പരേഡ് നടത്തലാണ് കേട്ടോ അവളുടെ മെയിൻ ഹോബി. പോരാത്തിന് ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്യേ വേണം. ആൺകുട്ടീൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. കാരണം അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ അറിഞ്ഞ് ചെയ്തോളും. മക്കളെ പഠിപ്പിക്കലും ചെറിയൊരു മയക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഈ കിച്ചണിൽ ഇനിയും കയറണമല്ലോ എന്ന് ആലോചിച്ച് തല കറങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ മയങ്ങിപ്പോയത്. കാരണം അത്രക്ക് പണിയുണ്ട്. നേരത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് അവിടെ കിടന്നതാണ്. ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണം, മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട്. കിച്ചണിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടില്ലേ. സാധാരണ ഞാൻ നോമ്പിനൊക്കെ കുക്കിങ്ങിൻ്റെ കൂടെ ക്ലീനിങ്ങും കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കാറുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോഴേക്കും ഫുഡും റെഡി ആവണം, അതിൻ്റെ കൂടെ തന്നെ കിച്ചണും നീറ്റാക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ മാത്രമല്ലേ കഴുകാനുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. നമ്മൾ നല്ലോണം ടയേർഡായ ടൈമിൽ ഈ കിച്ചണ് കാണുമ്പോൾ തന്നെ കരച്ചിൽ വരും കേട്ടോ.
ഇതുപോലെ കിച്ചൺ അലമ്പാവുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഒരു മനസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ആദ്യം കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൂടെ ആ വാഷ് ബേസിനടുത്ത് കൊണ്ടുപോയിടും. അതിനുശേഷം ബാക്കിയുള്ള കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അത് നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കി വെക്കും. കൂടെ തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പും നന്നായിട്ട് നീറ്റാക്കി വെക്കും. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിന് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. കാരണം ഇനി ആ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടെ ക്ലീൻ ആക്കി വെക്കാനല്ലേ ഉള്ളൂ. ഇനി കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ പാത്രങ്ങൾ മുഴുവൻ കഴുകി തീരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വീഡിയോയിൽ മാത്രമേ പ്രായോഗികമാവുള്ളൂ, റിയൽ ലൈഫിൽ ഒട്ടും നടക്കൂല. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കിച്ചണിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. അതേസമയം നേരത്തെ ആ കണ്ട കിച്ചൺ ഉണ്ടല്ലോ അത് കാണുമ്പോൾ എന്നെ കരച്ചിലും വരും. അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. മക്കളുടെ യൂണിഫോം ഞാൻ മെഷീനിൽ നിന്ന് എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് സോനുവിനെയും കൂട്ടിയിട്ട്.